സാധാരണ അതായത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ വായിച്ച് കഴിഞ്ഞ ചില പുസ്തകങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. എന്നാൽ ഇന്ന് വായിക്കാൻ പോകുന്ന ഒരു പുസ്തകത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹുസൈൻ ഹൈക്കലിൻ്റെ മുഹമ്മദ്. ഇതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പുസ്തകമാണ്. ഞാൻ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രം വായിച്ച് ഓടിച്ചു പോവുക മാത്രം ചെയ്തൊരു പുസ്തകമാണ്. വീണ്ടും ഒരിക്കൽ കൂടി വായിക്കാൻ പോവുക. അപ്പോൾ ആ സമയത്ത് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നിയപ്പോൾ എന്നെ എന്തെങ്കിലും കാരണവശാൽ അല്ലെങ്കിൽ യാദൃച്ഛികമായി കേൾക്കാനിടയാവുന്ന കാണാനിടയാവുന്ന ആളുകളോട് പറയാൻ വേണ്ടി തോന്നിയ ചില കാര്യങ്ങൾ പറയാം. ഇത് ഹുസൈൻ ഹൈക്കൽ എന്നയാൾ എഴുതിയ മുഹമ്മദ് എന്നുള്ള രചനയാണ്. ഈ രചനയ്ക്ക് മുമ്പ്, അതായത് ഞാൻ ആദ്യമൊക്കെ മുഹമ്മദ് നബിയെ കുറിച്ചുള്ള വായനകൾ, ചെറിയ ചെറിയ വായനകളും ചെറിയ പുസ്തകങ്ങൾ, മുഹമ്മദ് നബിയുടെ തന്നെ ജീവിതത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ചില ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ ആയിട്ടാണ് വായിച്ചിട്ടുള്ളത്. എന്നാൽ അത്യാവശ്യം വലിയൊരു പുസ്തകം, മുഹമ്മദ് നബിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള അത്യാവശ്യം വലിയൊരു പുസ്തകം ഞാൻ ആദ്യമായിട്ട് വായിച്ചു തീരുന്നത് മാർട്ടിൻ ലിങ്സിൻ്റെ മുഹമ്മദാണ്. മാർട്ടിൻ ലിങ്സിൻ്റെ ഇപ്പോഴത്തെ പേര്, അദ്ദേഹം മരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം പിന്നീട് മുസ്ലിമായി, പേര് അബൂബക്കർ സിറാജുദ്ദീൻ എന്നാണ് സ്വീകരിച്ചതെന്നാണ് എൻ്റെ അറിവ്. അതായത് ഈ മാർട്ടിൻ ലിങ്സിൻ്റെ മുഹമ്മദ് ഞാൻ വായിക്കുന്ന സന്ദർഭത്തിൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങളൊന്നും വന്ന് തുടങ്ങിയ സമയമാണ്. ഒരുപാട് ഉള്ളിൽ ഒരുപാട് കാലുഷ്യങ്ങൾ നടക്കുന്ന സമയമാണ്. ഉള്ളിലിങ്ങനെ അത് ശരിയോ ഇത് ശരിയോ, അത് തെറ്റോ ഇത് തെറ്റോ എന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ, മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന, ചിന്തകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, ആ ഒരു സമയത്തായിരുന്നു ഞാൻ മാർട്ടിൻ ലിങ്സിൻ്റെ മുഹമ്മദ് വായിച്ചത്. ശരിക്ക് ആശയക്കുഴപ്പങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒരു മാർഗമില്ലാതെ ഉഴലുമ്പോൾ നിങ്ങൾ ഖുർആൻ വായിക്കുക, മുഹമ്മദ് നബിയെ കൂടുതൽ അറിയിക്കുക എന്നൊക്കെ പലരും പറയാറുണ്ട്. എന്നാൽ ഞാൻ മാർട്ടിൻ ലിങ്സിൻ്റെ മുഹമ്മദ് വായിച്ചപ്പോൾ സംഭവിച്ചത്, അത് വളരെ നല്ലൊരു പുസ്തകമായിരുന്നു. അത് മലയാള പരിഭാഷയാണ്, അതർ ബുക്സ് എഴുതിയ പരിഭാഷയാണ് ഞാൻ വായിച്ചത്. അതിൽ അതർ ബുക്സിൻ്റെ രചന, അതർ ബുക്സ് പ്രസിദ്ധീകരിച്ച ആ ഒരു മലയാള പരിഭാഷ ഇംഗ്ലീഷ് പരിഭാഷയെ ഒന്നും കൂടെ ഒരു ആശയവിവർത്തനം നടത്തിയതാണ്. ആശയവിവർത്തനം എന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം പദാനുപദമായിട്ടുള്ളതല്ല, അതിനെ ഗ്രഹിച്ചെടുത്ത് ആ ഒരു പുസ്തകത്തെ, അതിൻ്റെ ആശയത്തെ, ഓരോ ഭാഗത്തെ ആശയത്തിൽ ഗ്രഹിച്ചെടുത്ത് എഴുത്തുകാരൻ്റെതായ ഒരു ശൈലിയിൽ അതിനെ പുനരാവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. KT സൂപ്പി ആണെന്ന് തോന്നുന്നു അതിൻ്റെ പരിഭാഷകൻ. അന്ന് ആ പുസ്തകം വായിച്ചപ്പോൾ വളരെ നല്ല ഒഴുക്കോട് കൂടി വളരെ ലളിതമായ ഒരു ഭാഷയിലാണ് അതിൻ്റെ വിവരണം. വളരെ ലളിതമായ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് വളരെ മനോഹരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു ആ പുസ്തകം. പിന്നെ അതിൻ്റെ ഒരു പർപ്പിൾ കളർ ചെട്ടായിരുന്നു, അതും ഒക്കെ എല്ലാം കൊണ്ടും. പിന്നെ പേജ് നല്ല ക്വാളിറ്റി ആയിരുന്നു, നല്ല വൈറ്റ് ആയിട്ട് പർപ്പിൾ കളർ പുറം ചട്ടയും, പിന്നെ അതേപോലെ ആ ഒരു കളറ്, പേജിൻ്റെ നല്ല വൈറ്റ് കളറ്, അതിൽ നല്ല നല്ല ഭംഗിയിലുള്ള ഫോണ്ടിലുള്ള എഴുത്ത്, പിന്നെ അതിലെ ആ ഒരു ഒഴുക്കോട് കൂടിയുള്ള പോക്ക്, എല്ലാം കൊണ്ടും വളരെ മികച്ച ഒരു രചനയായിരുന്നു അത്. എന്നാൽ അതിൽ തന്നെ ഒരു ഭാഗത്തെത്തിയപ്പോൾ എൻ്റെ ചിന്തകൾ കൊണ്ടും അതുവരെ നല്ല രീതിയിൽ ഇങ്ങനെ ഒഴുക്കോട് കൂടി പോയ ഒരു വായനയ്ക്ക് കുഴപ്പം വരുന്നൊരു സ്ഥലം ഉണ്ടായിട്ടുണ്ട്. അത്തരം ഒരു സ്ഥലം സെയ്ദിൻ്റെ, മുഹമ്മദ് നബിയുടെ വളർത്തുമകനായ സെയ്ദിൻ്റെ ഭാര്യയും മുഹമ്മദ് നബിയുടെ കസിനുമായ സൈനബിനെ കാണുന്ന സമയത്ത്, സെയ്ദിൻ്റെ വീട്ടിൽ വെച്ചിട്ട് കാണുന്ന സമയത്ത് അവിടെ അവരുടെ കണ്ണുകൾ തമ്മിലിടുകയും അവിടെ അവർ അനുരാഗബദ്ധരാവുകയും ചെയ്തു എന്ന രീതിയിലുള്ള ഒരു പരാമർശം. അതൊരാശയമാണ് കേട്ടോ, അത് കറക്റ്റ് ആ വേർഡ്സ് അതല്ല. മാർട്ടിൻ ലിങ്സിൻ്റെ മുഹമ്മദ് ഇപ്പോഴും വിപണിയിലുണ്ട് എന്നാണ് എൻ്റെ അറിവ്. മലയാളം അത് ഇങ്ങനെ വായിച്ച് തുടക്കം മുതലേ വായിക്കുക, ഒരു ജസ്റ്റ് ഈ ഒരു ഭാഗം തപ്പാൻ വേണ്ടിയിട്ടല്ല, തുടക്കം മുതലേ വായിക്കുക. വളരെ മനോഹരമായൊരു പുസ്തകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അപ്പോൾ അതിൽ സൈനബിൻ്റെ ഭാഗത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അവിടെ ആ ഒരു രീതിയിലൊരു പരാമർശമുണ്ട്. എൻ്റെ ചിന്ത കലുഷിതമായി കൊണ്ടും അതുവരെ വളരെ ശാന്തമായി പോയ വായനയിൽ അവിടെ എത്തിയപ്പോൾ എനിക്കതൊരു വളരെ മനോഹരമായി അവിടെ അത് അവതരിപ്പിച്ചെങ്കിലും എനിക്കത് ഒരു കല്ലുകടിയായിട്ടാണ് തോന്നി. ഇതൊരു ശരിയല്ല. പിന്നെ ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ ആശ്വസിപ്പിക്കുകയാണ്, ഇത് മുഹമ്മദ് എന്ന പ്രവാചകനിലെ ഒരു മനുഷ്യനെയാണ് കാണിച്ചു തരുന്നത്. എന്നാൽ മുഹമ്മദ് എന്ന പ്രവാചകൻ വെറുമൊരു മനുഷ്യൻ മാത്രമാണ്, പച്ചയായ മനുഷ്യൻ മാത്രമാണ് അന്ന് ജീവിച്ചിരുന്ന എന്നതിനപ്പുറത്തേക്ക് ഭയങ്കരമായ കൂടിയ ക്വാളിറ്റി എന്ന നിലക്ക്, അതായത് എല്ലാ കാലത്തേക്കും അനുകരിക്കപ്പെടാൻ പറ്റുന്നൊരു ക്വാളിറ്റി എന്ന നിലക്കുള്ള ഒരു വ്യക്തിത്വമല്ല എന്ന് പിന്നെ എനിക്ക് ചിത്രം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അത് ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷം, എന്നാൽ അന്ന് ഞാനിങ്ങനെ ആശ്വസിച്ചു, മുഹമ്മദ് എന്നൊരു മനുഷ്യൻ്റെ ഭാഗമായിരിക്കാം അവിടെ നമ്മൾ കാണുന്നത് എന്ന് ഞാൻ ആശ്വസിച്ചു. സത്യത്തിൽ അത് മുഹമ്മദ് എന്ന പച്ചയായ മനുഷ്യനിലേക്കുള്ള വെളിച്ചം വീശലിൻ്റെ ആരംഭഘട്ടമായിരുന്നു എന്ന് പറയാം. അത് ഈ ഹൈക്കലിൻ്റെ പുസ്തകം കയ്യിൽ കിട്ടിയപ്പോൾ അത് വായിക്കാനെടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതാണ്. എൻ്റെ കയ്യിൽ ഇതല്ലാതെയും വേറെയും ഒരു 2ഓളം നല്ല കട്ടിയുള്ള പുസ്തകങ്ങൾ. ഹൈക്കൽ ഇതെൻ്റെ പുസ്തകമല്ല, എൻ്റേതായിട്ടുള്ളൊരു പുസ്തകം ഉണ്ടായിരുന്നു ഹൈക്കലിൻ്റെ മുഹമ്മദ്. പിന്നെ അതേപോലെ തന്നെ ഒരു ഇബ്രാഹിം എന്ന പേരുള്ള ഒരാൾ, ഒരു തമിഴ്നാട്ടിലെ ഒരു പ്രൊഫസർ എഴുതിയ തമിഴ് മുഹമ്മദ് നബിയുടെ തമിഴ് ജീവചരിത്രത്തിൻ്റെ മലയാള പരിഭാഷ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. പിന്നീട് എനിക്ക് ആദ്യം വിശ്വാസം പോയ ഘട്ടത്തിൽ ഞാൻ പിന്നീട് അത് വായിക്കണ്ടായില്ല. മാർട്ടിൻ മുഹമ്മദ് വായിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ചില മൊമെൻറ്റ്സ് ഉണ്ടായി. അത് പറയാനാണ് ഞാൻ മെയിനായിട്ട് വീഡിയോ ചെയ്തത്. അവിടേക്ക് എത്തിയിട്ടില്ല, ദീർഘിച്ചു പോയി. അപ്പോൾ മാർട്ടിൻ മുഹമ്മദ് വായിച്ചു കഴിഞ്ഞ് പിന്നീട് ചില സന്ദർഭങ്ങളിൽ ഹൈക്കലിൻ്റെ ചില ഭാഗങ്ങൾ റെഫർ ചെയ്തെങ്കിലും കൂടുതൽ നൈരാശ്യത്തിലേക്ക് പോകുന്നൊരു ഘട്ടത്തിലേക്ക് എത്തിപ്പെട്ടു. നൈരാശ്യം എന്ന് വെച്ചാൽ മതം ഞാൻ കരുതിയ ഒന്നല്ല എന്നുള്ള തിരിച്ചറിവിൽ ഉണ്ടായൊരു നൈരാശ്യം. അങ്ങനെ ആ നൈരാശ്യത്തിലാണ് ഞാൻ ഈ ഒരു സംഗതി, പുസ്തകങ്ങൾ, എൻ്റെ കയ്യിലുള്ള മതപരമായ പുസ്തകങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തിപ്പെട്ടു. ഇതൊക്കെ എനിക്ക് പിന്നീട് ഉപകാരപ്പെടുന്നു എന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഈ പുസ്തകങ്ങൾ അത്രയും ഞാൻ പല രീതിയിൽ പലർക്കും കൊടുത്തു ഒഴിവാക്കി. ചിലത് വിറ്റു, ചിലത് നേരെ കൊടുത്തു. അങ്ങനെ കൊടുത്തൊഴിവാക്കിയ പുസ്തകങ്ങളിൽ ഒന്നായിരുന്നു ഹുസൈൻ ഹൈക്കലിൻ്റെ മുഹമ്മദ്. അത് എൻ്റെ ഒരു ഉസ്താദ് പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലേക്കാണ് ഞാൻ കൊടുത്തത്. അതുപോലെ അറബിയിലുള്ള കുറച്ച് ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു, അത് ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ ഞാൻ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഹൈക്കലിൻ്റെ മുഹമ്മദ് ഞാൻ കൊടുത്തത് ഒരു ലൈബ്രറിയിലാണ്, ബുക്ക് ഫാം എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തുള്ള ലൈബ്രറിയിൽ ഞാൻ കൊടുത്തത്. എന്നാൽ മറ്റേ തമിഴിൻ്റെ മലയാള വിവർത്തനം ആയിട്ടുള്ള ആ ഒരു പ്രവാചക ജീവചരിത്രം ഞാൻ കൊടുത്തത് ഈ എൻ്റെ ഒരു ഉസ്താദ് പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലേക്കാണ്. അങ്ങനെ കൊടുത്തൊഴിവാക്കി. പിന്നീട് ഒരുപാട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ പുസ്തകം വീണ്ടും കാണുന്നത്, ഹൈക്കലിൻ്റെ മുഹമ്മദ്. വീണ്ടും വായിച്ചു തുടങ്ങാണ്. ഇതിൽ ഞാൻ ചില ഭാഗങ്ങളിലേക്ക് എത്തിപ്പെട്ടപ്പോഴാണ് തീർത്തും ഞാൻ വായന ഉപേക്ഷിച്ചത് മുഹമ്മദ് നബിൻ്റെ ജീവചരിത്രത്തിൻ്റെ. കാരണം ഞാൻ ഏകദേശം മുഹമ്മദ് നബിയെ മനസ്സിലാക്കി എന്നൊരു തോന്നൽ എനിക്ക് വരികയും വിശ്വാസം പാടെ നശിക്കുകയും ചെയ്തൊരു സമയമാണത്. അതിൻ്റെ ഒരു അത് എങ്ങനെയാണ് ആ ഒരു ആലോചന വന്നത് എന്ന് ചോദിച്ചാൽ, പല ഇടത്ത് നിന്ന് കേട്ടതും വായിച്ചതുമായ ഒരുപാട് സംഭവങ്ങൾ ചേർത്ത് വെച്ച് നോക്കിയപ്പോൾ യസീദാണല്ലോ ഹുസൈൻ എന്ന മുഹമ്മദ് നബിയുടെ പേരക്കുട്ടിയെ വധിക്കുന്നത്. യസീദ് നേരിട്ടല്ല, യസീദിൻ്റെ പടനായകൻ. പിന്നെ അങ്ങനെ പിറകിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ മുആവിയയും അലിയും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതായിരുന്നില്ല. പിന്നീട് അലി കൊല്ലപ്പെടുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഹസനും ഹുസൈനും കൊല്ലപ്പെടുകയാണ്. ഇവിടൊക്കെ ഈ ഒരു മുആവിയന്റെ മകനായിട്ടുള്ള യസീദിനൊക്കെ മുഹമ്മദ് നബിയുടെ കുടുംബത്തോടുള്ളൊരു വൈരാഗ്യം പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാനിങ്ങനെ പിറകിലേക്ക് ചിന്തിച്ചു പോയപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ആരാണ് മുആവിയ? അബൂ സുഫിയാന്റെ മകനാണ്. അബൂ സുഫിയാന്റെയും ഹിന്ദിന്റെയും മകനാണ് മുആവിയ.
ഹിന്ദ് എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ എളാപ്പയായിട്ടുള്ള ഹംസയെ വധിച്ചയാളാണ്. അതിന് കാരണമുണ്ട്. ഹിന്ദിൻ്റെ പിതാവിനെ വധിച്ചതിൻ്റെ പേരിലാണ്. പിന്നീട് മുസ്ലിം ആവുകയാണല്ലോ ചെയ്യുന്നത് ഹിന്ദും അബൂ സുഫിയാനും. മുഹമ്മദ് നബി എന്ന നമ്മളിവിടെ ഉള്ള മുസ്ലിം വിശ്വാസികൾ കേട്ടറിഞ്ഞ ഒരു മഹാവിസ്മയത്തെ കണ്ടറിഞ്ഞ തൊട്ടറിഞ്ഞ അബൂ സുഫിയാൻ്റെയും ഹിന്ദിൻ്റെയും പരിശുദ്ധ ഇസ്ലാം മതത്തിലേക്ക് മുസ്ലിങ്ങളായിക്കൊണ്ട് കടന്നു വന്ന, ലോക മുസ്ലിങ്ങളിൽ തന്നെ ഇതുവരെ വന്നവരും വരാനിരിക്കുന്നവരുമായ മുസ്ലിങ്ങളിൽ ഏറ്റവും ഉയർന്ന ദറജയിലുള്ള, ഏറ്റവും ഉയർന്ന പദവിയിലുള്ള സ്വഹാബി എന്ന് പറയുന്ന, അതായത് സ്വഹാബികൾക്കാണ് ഏറ്റവും കൂടുതൽ സാധാരണ മനുഷ്യരിൽ പദവിയുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്വഹാബികളിൽപ്പെട്ട അബൂ സുഫിയാനും ഹിന്ദു, അവരുടെ മകനാണ് മുആവിയ, അവരുടെ പേരക്കുട്ടിയാണ് യസീദ്. ആ യസീദിനും മുആവിയക്കും പ്രവാചകന്റെ കുടുംബത്തിനോട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്തോ ഒരു കുടിപ്പക പോലെ എനിക്ക് തോന്നി. അവിടെ എന്തെങ്കിലും കാരണം അവിടെ ഉണ്ടാകുമല്ലോ. ഇനി അബൂ സുഫിയാൻ മുസ്ലിം ആയത് എന്തെങ്കിലും നിർബന്ധങ്ങളുടെ പുറത്താണോ? സ്വമനസ്സാലെ അല്ലേ? അദ്ദേഹം ഒരു പരിപൂർണ മുസ്ലിം ആയിട്ടുണ്ടായിരുന്നു എന്നുള്ള ചിന്തകളിലേക്കൊക്കെ ഞാൻ പോയി. പിന്നീട് എൻ്റെ ഓർമ്മയിൽ നിന്ന്, എൻ്റെ മനസ്സിൽ നിന്ന് പല പോയിന്റുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് ഞാൻ അങ്ങനെ ചിന്തിച്ച് ഒരു സമയത്ത് എനിക്ക് തോന്നി ഏതോ നിർബന്ധത്തിൻ്റെ പുറത്ത് മുസ്ലിമായ ആളാണ് അബൂ സുഫിയാൻ. അബൂ സുഫിയാൻ മുനമ്പിൽ നിന്നുകൊണ്ടായിരിക്കണം, മുഹമ്മദ് നബിയുടെ വാളിൻ്റെ മുനമ്പിൽ നിന്നുകൊണ്ട് മനസ്സോടെ മുസ്ലിമായതായിരിക്കണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് ഞാൻ എത്തിച്ചേരാം. ആ നിഗമനത്തെ ശരിവെക്കുന്നതായിരുന്നു ഹുസൈൻ ഹൈക്കലിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ. ആ ഭാഗങ്ങളിലേക്ക് ഞാൻ എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്ന് അറിയില്ല. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഈ പുസ്തകം വായിക്കണ്ടായില്ല. ആരോ പറഞ്ഞത് കേട്ടോ മറ്റോ ഞാൻ പേജുകൾ മറിച്ച് പോവുകയോ അല്ലെങ്കിൽ യാദൃച്ഛികമായി കണ്ണിൽ പെടുക, രണ്ടിലൊന്നുണ്ടാവും. ഞാൻ ആ ഭാഗം കണ്ടു, നിർബന്ധിതമായി വാളിൻ്റെ മുനമ്പിൽ നിന്നുകൊണ്ട് തന്നെ അബൂ സുഫിയാൻ മുസ്ലിം ആകുന്നത്. അവിടെ നിന്നും എനിക്ക് മനസ്സിലായി ഇത് ഒരു പക്കാ പ്രവാചകൻ, ഒരു ന്യൂനതയുമില്ലാത്ത ഒരു പ്രവാചകനെ കണ്ട അബൂ സുഫിയാനല്ല, ഒരു മനുഷ്യനായ ഗോത്ര നേതാവായ തൻ്റെ എതിരാളിയായ മുഹമ്മദിനെ കണ്ട വിജയശ്രീലാളിതനായി ഒരു മുമ്പിൽ വന്ന മുഹമ്മദിൻ്റെ വിജയത്തെ അംഗീകരിക്കേണ്ടി വന്ന, ഗത്യന്തരമില്ലാതെ വിജയത്തെ അംഗീകരിക്കേണ്ടി വന്ന അബൂ സുഫിയാൻ. ആ അബൂ സുഫിയാൻ്റെ ഭാര്യയായ ഹിന്ദിനും എന്തായാലും ഉള്ളിൽ പക ഉണ്ടാകും. ആ പക തലമുറകളിലേക്ക് അവർ ഊട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ട് മാത്രമായിരിക്കണം പ്രവാചകൻ്റെ ആ ഒരു കുടുംബത്തിന് പിന്നീട് പ്രശ്നങ്ങൾ അവരിൽ നിന്ന്, ആ ഒരു കുടുംബത്തിൽ നിന്നുണ്ടായത് എന്നൊക്കെ ഉള്ള എൻ്റെ ചിന്തയെ വീണ്ടും അത് ഉറപ്പിച്ചു. ഈ ഒരു ഹൈക്കലിലെ വരികൾ ഉറപ്പിച്ചു. അല്ല, ഹൈക്കലിൻ്റെ മുഹമ്മദിലെ വരികൾ ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ അതോട് കൂടിയിട്ടാണ് പിന്നെ പ്രവാചക ചരിത്രങ്ങൾ പിന്നെ തുടർന്ന് ഞാൻ കയ്യിൽ വെച്ചിരുന്നവ പിന്നീട് വായിക്കാതെ പോയത് അതോടുകൂടിയാണ്. പിന്നെ ഒരുപാട് ഘടകങ്ങൾ ഇതിലേക്ക് വന്നു ചേരുന്നുണ്ട്. അതിനു മുമ്പ് അതിന് ശേഷമൊക്കെ ആയിട്ട് എൻ്റെ വിശ്വാസരാജ്യത്തിന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അതിലുള്ള ഒരു പ്രധാന ഘടകം ഇതായിരുന്നു. ഹൈക്കലിൻ്റെ മുഹമ്മദ് ഒരിക്കൽ കൂടി മുമ്പിൽ വന്ന് പെട്ടപ്പോൾ വന്ന ചിന്തകളൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം.